ഹൗ കൻ ഐ ഓവർകം മനോലയ? വേർ ഈസ് ദിസ് ലീഡിങ് മീ? മനോലയ എങ്ങനെയാ ഓവർകം ചെയ്യുക എന്നാണ് ചോദ്യം. മനോലയ ടെമ്പററി സസ്പെൻഷനാണ് ഓഫ് ദ മൈൻഡ്. ടെമ്പററി ഡിസൊല്യൂഷൻ ഓഫ് ദ മൈൻഡാണ് മനോലയ. ഡീപ്പ് സ്ലീപ്പിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്തിനാണ്? മനോലയയിലാണ്. മനോലയ മനസ്സിൻ്റെ ലയം. മനസ്സ് മൈൻഡ്, ലയ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ എന്ന് പറയാം. അതാണ് മനോലയ. ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ആണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് പെർമനൻറ്റ് റിയലൈസേഷൻ. ചിന്തകളൊന്നും ഉണ്ടാവില്ല. നല്ല മെഡിറ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല സുഖം ഉണ്ടാവും. മനസ്സ് വളരെ കാമാകും. ഉറക്കത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ആ സമയത്ത് മനസ്സില്ല, കംപ്ലീറ്റ്ലി മനസ്സ് മാറിപ്പോയിട്ടുണ്ട്. ഇസ്ന്റ് ഇറ്റ്? സോ വി ഫീൽ നൈസ്. ഹൗ കൻ ഐ ഓവർകം? ചില സമയത്ത് നമ്മൾ വല്ലാതെ ടയേർഡ് ആകുന്ന സമയത്ത്, സ്ലീപ്പി ആകുന്ന സമയത്ത്, ലേസി ആകുമ്പോൾ സെൽഫ് എൻക്വയറി ചെയ്യാൻ കുറച്ച് വിഷമമായിരിക്കും. ആ സമയത്ത് നമ്മൾ മനോലയത്തിൽ നിൽക്കും. മഹർഷി ഇവിടെ പറയുന്നു, മനോലയ മീൻസ് കോൺസെൻട്രേഷൻ, ടെമ്പററിലി അറസ്റ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് തോട്ട്സ്. ആസ് സൂൺ ആസ് ദിസ് കോൺസെൻട്രേഷൻ സീസസ്, thoughts old and new rush in as usual. And even if this temporary lulling of mind should last 1,000 years, it will never lead to total destruction of thought, which is what is called liberation from birth and death. മനോലയ കൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടോ ചോദിച്ചാൽ താൽക്കാലികമായിട്ടുള്ള ഗുണമുണ്ട്. കാരണം ആ സമയത്തെങ്കിലും മനസ്സിന് സമാധാനം ഉണ്ടാവുമല്ലോ. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് സീസായി. ഉറങ്ങുന്ന സമയത്ത് സുഖമുണ്ട്. പക്ഷെ നമ്മളാരും ഉറങ്ങിയ ശേഷം എവേക്കൻ്റ് ആയിട്ടില്ല. സോ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്. The practitioner must therefore be ever on the alert and inquire within as to who has this experience, who realizes its pleasantness. അതായത് മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ഈ മനോലയത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള ഒരു വഴിയാണ് മഹർഷി പറയുന്നത്. എന്താ വേണ്ടത്? ആ സമയത്ത് വിചാരം ചെയ്യാനാണ് പറയുന്നത്. ആരാണ് ഈ ടെമ്പററി മനോലയ സുഖം അനുഭവിക്കുന്നത്? അവിടെ ഒരാളുണ്ടല്ലോ. ഡുവാലിറ്റി ഉണ്ട് എന്നർത്ഥം. മനോലയത്തിൽ ഡുവാലിറ്റി ഉണ്ട്. ഡീപ്പ് സ്ലീപ്പിൽ ഡുവാലിറ്റി ഉണ്ട്. There is somebody who is experiencing the blankness of sleep. Without this inquiry, he will go into a long trance or deep sleep, yoga nidra. ഇതാണ് മഹർഷി പറയുന്നത്. Due to the absence of a proper guide at this stage of spiritual practice, many have been deluded and fallen a prey to a false sense of liberation, and only a few have managed to reach the goal safely. പലർക്കും ഈ സത്യം അറിയാത്തത് കാരണം, കൃത്യമായ ഒരു ഗൈഡ് ആ സമയത്ത് ഇല്ലാത്തത് കാരണം വിക്ടിമൈസ്ഡായി. അവർ വിചാരിച്ചു അവരൊക്കെ വേക്കൻ്റെന്ന്. ജീവിതകാലം മുഴുവൻ അവർ പല സമയങ്ങളായിട്ട് സുഖമൊക്കെ അനുഭവിച്ച് അങ്ങനെ അവർ പോയി. എത്രയോ ജന്മങ്ങൾ. നമുക്ക് ഭാഗ്യത്തിന് മഹർഷിയെ പോലെ ഒരു മാസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ട്, കൃത്യമായിട്ട് വഴി കാണിക്കാൻ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ. അപ്പോൾ നമ്മൾ വഴി തെറ്റില്ല. സോ ലെറ്റ് us not be deluded by any kind of manolaya. So we can come out of it.